നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ പോയിട്ടോ. അവിടെ മൊത്തം കാവേരിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുക. മാണ്ഡ്യയിൽ ഫുൾ വിഷയ. മാണ്ഡ്യ ഫുൾ കുടിച്ചില്ലേ ഇത്? കുടിച്ചില്ലേ ഇത്? നമ്മളിപ്പം മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോവാം കേട്ടോ. ഇപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ നമ്മളെ ഡ്രൈവർ സ്പൾബർഗ് പറയുന്നത് വെച്ചാൽ ഇവിടെ കാവേരിയുടെ വിഷയം നടക്കുക. അപ്പം അതിൻ്റെ പ്രൊട്ടസ്റ്റാണ്. അപ്പം നാളെ എന്ന് വെച്ചാൽ 26 ബന്ദാണ് ഇവിടെ ബാംഗ്ലൂർ. മൈസൂരില്ല, 10 to 5. അപ്പോൾ കാവേരിയുടെ അപ്പം ഞാൻ അതാ കാണിച്ചത് സംഭവം. ഇവിടെ എല്ലാം ഇഷ്യൂ ഉണ്ട്. ഇവിടെ 29 ബന്ദ്. അപ്പോൾ 90% ആൾക്കാരും അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്ക് പണി കിട്ടുമെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഇവിടുന്ന് അടുത്ത ട്രെയിൻ എടുത്തിട്ടുണ്ട് നേരെ ബാംഗ്ലൂർ പോകാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തണം. എത്തിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പം നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. എന്താവോ എന്തോ രക്ഷയില്ല. നമ്മൾ ആ മൈസൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. നമ്മളെന്തായാലും ബാംഗ്ലൂരിട്ട് പോവാം. നാളെ ഹർത്താലാണ്. നാളെ വൈകിട്ട് നമ്മളെ ഫ്ലൈറ്റും. എന്തായാലും പുള്ളി പറഞ്ഞ അനുസരിച്ച് നാളെ ബന്ദ. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. നമ്മളെ ആക്കിയിട്ട് ഇതാണ്ട് നമ്മളെ സ്പൾബർഗ് പോവുകയാണ്. ഫസ്റ്റ് ഓട്ടമാണ്. ഓക്കെ പുള്ളിയുടെ ഫസ്റ്റ് ഓട്ടോ കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. എയർപോർട്ടല്ല, സോറി, മൈസൂർ ജംഗ്ഷൻ. കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. അവിടെ എന്താ നീല കളറിൽ കടിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി നമ്മളെ ആക്കിയിട്ട് പോയി. നാളെ ഹർത്താലാണ് കേട്ടോ. ബന്ധല്ല, എന്താ ഹർത്താല. ഭാഗത്തോട്ടോ. നമ്മളും പയ്യന്മാരൊക്കെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പം മൈസൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂരോട്ട്. അതിപ്പോൾ മൈസൂർ സ്റ്റേഷനാണ്. വടയാർ എക്സ്പ്രസ് ആണ്. പയ്യന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിരിപ്പുണ്ട്. പക്ഷെ എന്താണെങ്കിലും എടുത്തില്ല. നാളെ ബന്ധാന്ന് പറയുന്നത് കാവേരിയുടെ. വരുന്ന വഴിക്കെല്ലാം പ്രൊട്ടസ്റ്റ് ഇടുന്നുണ്ട്. ഇന്ന് വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ഇവിടെയുള്ള കാഴ്ചകളെ കണ്ടിട്ട് നേരത്തെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുക്കണം. ഇല്ലെങ്കിൽ നാളത്തെ പോക്ക് പണിയാവും. പെട്ടെന്നുള്ള ഇതായിരുന്നു. കാവേരി ഇഷ്യൂ ആണ്. അതാണ് ഇവരുടെ സമരം. അപ്പോൾ നമ്മളെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുക. പയ്യന്മാരൊക്കെ ഉണ്ട്. സംഭവം ഇന്നിവിടെ ഹർത്താലാണ്. നമ്മൾ ചുറ്റി വളഞ്ഞൊക്കെ പോവാണ് എയർപോർട്ടിലോട്ട്. ഇന്നലെ എയർപോർട്ടിൻ്റെ അടുത്ത് റൂം എടുത്തത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ചുറ്റി വളഞ്ഞൊക്കെയാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. മൊത്തം വിഷയമാണ്. കുറേ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോകുന്നത്. പോവാണ്ടായിരുന്നോ? ജമന്തി, ചെണ്ടുമല്ലി ഇഷ്ടം പോലെ അപ്പുറമൊക്കെ പൂത്തിടപ്പുണ്ട്. നമ്മൾ സുന്ദരവാണ്ടിപുരം പോകുന്ന ആ ഒരു സ്റ്റൈല് റോഡാണ്. എല്ലാം കൃഷിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിലേക്കൂടെയൊക്കെ കറങ്ങി ഇതാണ്ട് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി. ഇനി 4 കിലോമീറ്റർ. എന്തായാലും ഹർത്താലായിട്ട് അടിപൊളി. വണ്ടികളെല്ലാം അധികട്ടേക്ക്. നമ്മൾ എയർപോർട്ടിൽ ഇതാണ്ടൊരു വിമാനം പോകുന്നുണ്ടോ? ഒരു ഫ്ലൈറ്റ് പോകുന്നു. ഫ്ലൈറ്റ് ടെർമിനൽ 2 നിന്നാണ്. അപ്പം ടെർമിനൽ 2-ലെത്തി. പിടിച്ചോണേ. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ്. എയർ ഏഷ്യ ഒക്കെ ഇവിടെ നിന്നാണ് സർവീസ് ചെയ്യുന്നത്. എയർ ഏഷ്യ, എയർ ഇന്ത്യ അങ്ങനെയുള്ളതൊക്കെ.
കൈ പിടിച്ചോണേ. Band and pull it tight. At the exit before leaving the aircraft, pull the ऐप डाउनलोड करें और उस पर रजिस्टर करें. धन्यवाद. കുടിച്ചില്ലേ ഇത്? കുടിച്ചില്ലേ ഇത്? അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.